ഹായ് ഫ്രണ്ട്സ്, ഹോം യൂസിന് നമുക്ക് ബെഡ്റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രോയിങ് റൂമിലോ ഒക്കെ വെച്ച് വളരെ പീസ്ഫുള്ളായിട്ടൊക്കെ ഉള്ള രീതിയിൽ ഒരു പാട്ടുകൾ കേൾക്കാനൊക്കെ ആയിട്ട് ഒരു 50+50 വാട്ട്, അതൊരു 100 വാട്ടിൻ്റെ ഒരു ഓഡിയോ സിസ്റ്റം മതിയാവും. അത് ഒരു വീട്ടിലേക്ക് അത് കറക്റ്റായിരിക്കും. പിന്നെ അതിനേക്കാളും കൂടിയ സിസ്റ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു 2.1 ആയിരിക്കും നല്ലത്. കാരണം കുറച്ചും കൂടി സൗണ്ട് പ്രഷർ ലെവൽ അധികമായിട്ട് ഭയങ്കര അടിച്ച് പൊളിച്ച് ആ ഒരു ലെവലിലേക്ക് ആണെങ്കിൽ നമുക്ക് 2.1 ആയിരിക്കും നല്ലത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു 100 വാട്ടിൻ്റെ ഒരു ആംപ്ലിഫയർ അത് നമ്മൾ ക്ലാസ് AB കാറ്റഗറി ചെയ്യുമ്പോൾ ഒരു 6000 to 7000 രൂപയാവും ഒരു 100 വാട്ടിൻ്റെ ഒരു നോർമൽ ആംപ്ലിഫയർ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ. എന്നാൽ ഇതിൻ്റെയൊക്കെ ഒരു പകുതി റേറ്റിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഓഡിയോ സിസ്റ്റം ഇതേ സെയിം സ്പെക്കിൽ ഈ 100 വാട്ടിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ നല്ല ഓഡിയോ ക്വാളിറ്റി കിട്ടുന്ന ഒരു 100 വാട്ടിൻ്റെ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ എങ്ങനെ ലോ കോസ്റ്റായിട്ട് നമുക്ക് നിർമ്മിച്ചെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു ആംപ്ലിഫയറാണ്. ഇത് ബഡ്ജറ്റ് കുറവാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ പ്രൈസ് നമ്മൾ നോക്കുമ്പോൾ അത് കുറവാണെന്ന് വെച്ച് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിക്ക് യാതൊരു ഇഷ്യൂ ഇല്ല. നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ തന്നെയുള്ള ഓഡിയോ നമുക്ക് ഇന്ന് കിട്ടും. അതുകൊണ്ട് നമ്മളിത് ചെയ്യുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ക്ലാസ് AB ആംപ്ലിഫയർ 6000-7000 രൂപ ഏറ്റവും മിനിമം ആ ഒരു പ്രൈസിലേക്ക് വരുന്നത്, അതായത് 100 വാട്ടിൻ്റെ ഒരു ആംപ്ലിഫയർ 6000-7000 രൂപ റേഞ്ചിലേക്ക് വരുമ്പോൾ ഈ ക്ലാസ് AB ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്ന ആ ടെക്നിക്കുകളൊന്നുമല്ല ക്ലാസ് Dക്ക് ചെയ്യുന്നത്. കാരണം ക്ലാസ് ABക്ക് ഭയങ്കരമായിട്ട് ഹീറ്റ് ഉണ്ടാവും. അതിന് തന്നെയല്ല അതിൻ്റെ പവർ സപ്ലൈ കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ക്ലാസ് AB ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമർ കുറച്ച് ഹെവി ആകുമ്പോഴത്തേക്കും അതിന് കുറച്ച് സ്പേസ് അധികം വരും. അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ളൊരു റെക്ടിഫയർ സെക്ഷൻ നമുക്കുണ്ടാവും. അതുപോലെ തന്നെ ഹീറ്റ് ആവുന്നതുകൊണ്ട് അതിനൊരു കൂളിംഗ് ഫാൻ വേണ്ടി വരും. അതുപോലെ തന്നെ സോഫ്റ്റ് സ്റ്റാർട്ടർ ആവശ്യം വരും. പിന്നെ ഇതിനൊരു സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ മസ്റ്റായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കണം. പിന്നെ വിയോമീറ്റർ കാര്യങ്ങൾ ഇതെല്ലാം കൂടി വന്നു കഴിയുമ്പോഴത്തേക്കും ഒരുപാട് സർക്യൂട്ട് ബോർഡുകളും ഒരുപാട് കമ്പോണൻറ്റുകളൊക്കെ ഈ ക്ലാസ് ABക്കകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി അപ്പോൾ വലിയ ക്യാബിനും ഒക്കെ ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്കുമാണ് ഒരു 6000 to 7000 രൂപ ഒരു 100 വാട്ടിൻ്റെ ഒരു നോർമൽ ഒരു സ്റ്റീരിയോയ്ക്ക് നമുക്ക് ചിലവ് വരുന്നത് ഇങ്ങനെയാണ്. പിന്നെ ക്ലാസ് D ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ക്ലാസ് D ആംപ്ലിഫയറുകളുടെയൊക്കെ ബോർഡൊക്കെ വളരെ സൈസ് ചെറുതായിരിക്കും. തന്നെയല്ല അതിന് ഉള്ള പവർ സപ്ലൈ ആണെങ്കിലും വളരെ മിനിമം പവർ സപ്ലൈ മതി. കാരണം ക്ലാസ് ABയേക്കാളും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് ആയിരിക്കും ഈ ക്ലാസ് Dക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇത് ഹീറ്റ് ആവുന്നില്ല, അതുകൊണ്ട് തന്നെ കൂളിംഗ് ഫാൻ്റെ ആവശ്യമില്ല, അതിൻ്റെ പവർ സപ്ലൈയുടെ ആവശ്യമില്ല. അങ്ങനെ ടോട്ടൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും വളരെ സിമ്പിളാണ് ഈ ക്ലാസ് D ആമ്പുകൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വളരെ കുറച്ച് സ്പേസ് മതി. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ചെറിയൊരു ക്യാബിനിലും നമുക്ക് ഇത് അസംബിൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ടോട്ടൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴാണ് ഈ റേറ്റ് ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. പിന്നെ ഇതിനകത്തിരിക്കുന്ന ബോർഡുകൾ എന്ന് പറഞ്ഞാൽ ഒന്നും ചൈന മെയ്ഡല്ല, എല്ലാം ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള ബോർഡുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു ഇഷ്യൂ ഇല്ലാത്ത നല്ല പക്കാ ക്ലീൻ. ഇന്നിപ്പോൾ കുറച്ചും കൂടി പ്രൈസ് അധികമുള്ള ആംപ്ലിഫയറുകൾ ഒക്കെ ആണെങ്കിൽ തന്നെയും നമ്മൾ ഈ ബോർഡുകളൊക്കെ വെച്ച് തന്നെയാണ് അതിനും നമ്മൾ ചെയ്യാറുള്ളത് ക്ലാസ് D ആണെങ്കിൽ. കാരണം നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ബോർഡ് തന്നെയാണ്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അസംബിൾ ചെയ്യാൻ വളരെ ഈസിയാണ്, ആർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അസംബിളിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഓരോരോ കമ്പോണൻറ്റുകളും ബോർഡുകളും ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അതുപോലെ തന്നെ ഈ സിസ്റ്റം അസംബിളിങ്ങും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കമ്പോണൻസ് ആണ് നമ്മുടെ 100 വാട്ട് സ്റ്റീരിയോ അസംബിൾ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഇതിനകത്ത് ഈ ഓരോരോ കമ്പോണൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. ഇതിനകത്ത് നമ്മൾ ട്രാൻസ്ഫോമർ അല്ല ഉപയോഗിക്കുന്നത്, SMPS ആണ്. ഇതാണ് ആ SMPS. ഇതൊരു 24 വോൾട്ട് 8 ആംപിയറിൻ്റെ SMPS ആണ്. ഈ 200 വാട്ടാണ് ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് 100 വാട്ട് ആമ്പായതുകൊണ്ട് ഇതിൻ്റെ പകുതി എഫിഷ്യൻസി ഒക്കെ മതിയാവും, നല്ല സൂപ്പറായിട്ട് റണ്ണാവും. വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു 100 വാട്ടിൻ്റെ ഒരു സബ് വൂഫർ ആമ്പ് കൂടെ ഇതിനകത്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു SMPS ആണ്. ഈ SMPSൽ ഇത് കണ്ടില്ലേ, ഇവിടെയാണ് ഇതിൻ്റെ AC ഇൻപുട്ട് കൊടുക്കേണ്ടത്. ഇവിടെ അത് നോട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ്, ന്യൂട്രൽ, ഇവിടെ എർത്ത്. അതുപോലെ തന്നെ ഇവിടെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇതിൻ്റെ ഈ SMPSനകത്ത് ഔട്ട്പുട്ട് വരുന്നത് വെച്ചാൽ ഒരു 24 വോൾട്ട് 8 ആംപിയറും വരുന്നുണ്ട്, ഒരു 12 വോൾട്ട് 1 ആംപിയറും വരുന്നുണ്ട്. അപ്പോൾ ആംപ്ലിഫയർ നമ്മൾ കണക്ട് ചെയ്യുന്നത് 24 വോൾട്ട് 8 ആംപിയറിലും അതുപോലെ തന്നെ ഇവിടെ
ഇത് ഒരു 12 വോൾട്ട് മറ്റ് അനുബന്ധ സർക്യൂട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ആംപ്ലിഫയർ യൂണിറ്റ് ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്ലാസ് ഡി സ്റ്റീരിയോ ആംപ്ലിഫയറാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഒറിജിനൽ ടെക്സാസ് ഇൻസ്ട്രുമെൻറ്റ് USA-യുടെ TPA3 116D2 എന്ന് പറഞ്ഞ IC ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഒറിജിനൽ IC ആണ്. പിന്നെ ഇതൊന്നും ചൈന മെയ്ഡ് സാധനങ്ങളല്ല, അതെല്ലാം ട്രൂലി ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള ബോർഡുകളാണ്. ഈ ബോർഡിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഹിസ്സിങ് നോയ്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒരു അൺവാണ്ടഡ് നോയ്സോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. അതുപോലെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഓഡിയോ തരുന്ന നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള, അതുപോലെ നല്ലൊരു പ്രിയാം സെക്ഷനും എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സ്റ്റീരിയോ ബോർഡാണിത്. എക്സ്ട്രീം ആംസിൻ്റെ ആട്ടോ ഈ സ്റ്റീരിയോ ബോർഡ് വരുന്നത്. സൈസ് കണ്ടില്ലേ, വളരെ ചെറുതാണ്, ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഇത് കണ്ടില്ലേ, ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ ഓഡിയോ ഇൻപുട്ട് കൊടുക്കുന്നത്. ഇതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം തന്നെ ക്ലീനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓഡിയോ ലെഫ്റ്റ് കണ്ടോ, ഈ പോയിൻ്റ് ലെഫ്റ്റ് ഇൻപുട്ട്, ഗ്രൗണ്ട് ഇവിടെ റൈറ്റ് ഇൻപുട്ട്. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ പവർ സപ്ലൈ കൊടുക്കേണ്ടത്. അതെല്ലാം കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബോർഡ് വെച്ച് അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിധ ഡൗട്ട് നമുക്ക് വരത്തില്ല, എല്ലാം കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീക്കർ ഔട്ട്പുട്ടുകൾ ഈ 2 ഇടങ്ങളിൽ നിന്നാണ് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ ഔട്ട്പുട്ട് എടുക്കേണ്ടത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ എന്തായാലും USB ബ്ലൂടൂത്ത് മോഡ്യൂൾ നമ്മളിതിനകത്ത് കണക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ USB ബ്ലൂടൂത്ത് മോഡ്യൂളിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു 5 വോൾട്ട് എടുക്കേണ്ടി വരും. അത് നമ്മൾ സാധാരണ എന്ന് വെച്ചാൽ ഈ SMPSൻ്റെ ഇത് ഇവിടുന്ന് ഈ ഒരു 12 വോൾട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഈ 24 വോൾട്ടിൽ നിന്നോ ഒരു ബക്ക് കൺവേർട്ടറോ അല്ലെങ്കിൽ റെഗുലേറ്റർ IC ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഈ 5 വോൾട്ട് സപ്ലൈ എടുക്കുന്നത്. പക്ഷേ നമ്മൾ ആ പണിക്കൊന്നും പോകണ്ട, വളരെ സിമ്പിളായിട്ട് ഈ ബോർഡിൽ തന്നെ അത് ഇവിടെ കണ്ടില്ലേ, ഇവിടെ അതിനുള്ള ഒരു 5 വോൾട്ട് ഔട്ട്പുട്ട് കമ്പനി തന്നെ, ഈ ബോർഡ് മാനുഫാക്ചർ ചെയ്തവർ തന്നെ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പോയിൻ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് USB ബ്ലൂടൂത്ത് മോഡ്യൂളിലേക്ക് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് 50+50 വാട്ട് ട്രൂ RMS വരുന്ന ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ആ ഒരു ടോൺ ബോർഡ്. സൈസ് വളരെ ചെറുതാണ്. കരുതി ഇത് വർക്കിങ്ങിലൊന്നും ഒരു പ്രശ്നവും ഇല്ല. ഇത് SMD ആയിട്ടുള്ള SMD കമ്പോണൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിങ്ങനെ ചെറുതായത്. ഇല്ല എങ്കിൽ ഏകദേശം ഇത്രയും വലിപ്പം തന്നെയുള്ള ഒരു ബോർഡായി ഇത് മാറിയാനെ. അപ്പോൾ ഇനിയുള്ള കാലങ്ങളിലെല്ലാം എല്ലാ പ്രോഡക്റ്റിലും വരുന്നത് SMD കമ്പോണൻസ് വെച്ചിട്ടാണ് വരുന്നത്. ഇനി ഇത് തന്നെയായിരിക്കും മിക്കവാറും ഉണ്ടാവുക. കുറച്ചും കൂടി നമുക്കതായിരിക്കും ഉപയോഗപ്രദമാവുക. ഇത് TLO 72ൻ്റെ 2 IC വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടൊരു ടോൺ ബോർഡാണ്. നല്ല ക്ലീൻ ഫ്രീക്വൻസി, നല്ല ബേസ് റെസ്പോൺസും അതുപോലെ തന്നെ നല്ല ട്രിപ്പിൾ റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്ലീൻ ആയിട്ട്, അതിൻ്റെ നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വൈഡ് റേഞ്ച് ആയിട്ടുള്ള പവർ സപ്ലൈ. നമുക്കൊരു 12 വോൾട്ട് DC മുതൽ ഒരു 36 വോൾട്ട് DC വരെ നമുക്ക് ഇതിനകത്തേക്ക് കൊടുക്കാം. അതിനുള്ള റെഗുലേറ്ററും കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു സർക്യൂട്ടിൽ ഇതൊക്കെ ഈസിയായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് നമുക്ക് ഡയറക്റ്റ് ഇതുപോലത്തെ ഡ്യുവൽ കൺട്രോൾസ് ഉണ്ടല്ലോ, ഈ ഡ്യുവൽ കൺട്രോൾസ് നമുക്ക് ഡയറക്റ്റ് ഇതിനകത്തേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് സോൾഡർ ചെയ്ത് അങ്ങനെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ടോൺ ബോർഡ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു USB ബ്ലൂടൂത്ത് മോഡ്യൂളാണ്. ഇതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്നത് G-Starൻ്റെ ഒരു നോൺ അനൗൺസ്മെൻറ്റ്, അതായത് ബ്ലൂടൂത്ത് കണക്റ്റഡ് അല്ലെങ്കിൽ USB എന്നൊക്കെ പറഞ്ഞിങ്ങനെ അനൗൺസ് ചെയ്യല്ലേ, അങ്ങനെ അനൗൺസ്മെൻറ്റ് ഒന്നുമില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള വൈറ്റ് ഡിസ്പ്ലേ ആയിട്ടുള്ള ഒരു USB ബ്ലൂടൂത്ത് മോഡ്യൂളാണ്. നല്ല ക്വാളിറ്റി ഓഡിയോ. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ USB ബ്ലൂടൂത്ത് മോഡ്യൂളാണ്. നോർമൽ സിസ്റ്റങ്ങൾക്കൊക്കെ നന്നായിരിക്കും, നല്ലതാണ്. അങ്ങനെ ഒരു USB ബ്ലൂടൂത്ത് മോഡ്യൂള്. പിന്നെ കണ്ടില്ലേ, ഇതൊരു ചെറിയ ക്യാബിനാണ്. നോക്കിക്ക്, വളരെ സൈസ് ചെറുതായിട്ടുള്ള ഒരു ക്യാബിനാണ്. ഒരു കാർ സ്റ്റീരിയോയ്ക്കൊക്കെ വരുന്ന പോലത്തെ ആ ഒരു സൈസ് മതി. അപ്പോൾ ഈ ഒരു ക്യാബിനിലേക്കായിരിക്കും നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ഫിനിഷിങ് ഉള്ള ഒരു ക്യാബിനാണ്. ഇതിന് സൈസ് വരുന്നത് ഒരു 7 ഇഞ്ച് വിഡ്ത്തും ഒരു 7.25 ഇഞ്ച് ബാക്കിലേക്കുള്ള ഡെപ്തും ഒരു 2.25 ഇഞ്ച് ഹൈറ്റും തിക്നെസ്സും ഒക്കെ വരുന്ന ഒരു ക്യാബിനാണ്. വളരെ ഒതുങ്ങിയിരിക്കുന്ന രൂപത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ക്യാബിൻ. പിന്നെ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ. ഇത് ഫുൾ അക്രിലിക്കിൽ നമ്മൾ തന്നെ ചെയ്തെടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഫ്രണ്ട് പാനലാണ്. ഫുൾ ബ്ലാക്കാണ്. ഇതിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കളറിൽ പ്രൊട്ടക്ഷൻ സ്റ്റിക്കറുണ്ട്. നമ്മൾ ഇത് സിസ്റ്റം അസംബിൾ ചെയ്തതിന് ശേഷം നമ്മളിത് റിമൂവ് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള അഴുക്കോ അല്ലെങ്കിൽ സ്ക്രാച്ച് വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ സ്റ്റിക്കർ നമുക്ക് റിമൂവ് ചെയ്യാം. പിന്നെ ഇതാണ് ഇതിൻ്റെ വോളിയം കൺട്രോളും
അതുപോലെ തന്നെ ടോൺ കൺട്രോളിലൊക്കെ ഉള്ള പ്ലാസ്റ്റിക് നോബുകളാണ്. നല്ല ഭംഗിയുള്ള, അതിനകത്ത് റിങ്ങിനകത്ത് ലൈറ്റൊക്കെ വരുന്ന രൂപത്തിലുള്ള നല്ലൊരു കൺട്രോളാണ്. നല്ല ഫിനിഷിംഗ് ആണ് ഇതുപോലെ ഈ കൺട്രോൾ കാഴ്ചയ്ക്കും ഇതിൻ്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റിയൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള കൺട്രോളുകളാണ്. പിന്നെ ഇതൊരു RCA സോക്കറ്റാണ്. ഈ RCA സോക്കറ്റും അതുപോലെ തന്നെ അതിനൊരു PCB ഉണ്ട്. ഈ PCB ഒക്കെ നമ്മുടെ തന്നെ PCB ആണ്. ഇത് രണ്ടും നമുക്ക് ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ ബാക്കിൽ ഓക്സ് ഒക്കെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ, പുറത്തുനിന്ന് ഓഡിയോ, ഇനിയിപ്പോൾ TVക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓഡിയോ ഒക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇത് നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ വോളിയം കൺട്രോൾസ് വേണം. 100Kയുടെ 2 47Kയുടെ 2 ഡ്യുവൽ കൺട്രോളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വോളിയം കൺട്രോളിനും അതുപോലെ ടോൺ കൺട്രോളിനും സെപ്പറേറ്റ് ആയിട്ടുള്ള PCB, കൺട്രോൾ PCB, ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കൺട്രോളിൻ്റെ ഈ പിന്നിലേക്ക് ഡയറക്റ്റ് നമ്മൾ വയർ വെച്ച് സോൾഡർ ചെയ്തതിനേക്കാൾ എപ്പോഴും നല്ലത് ഇത് കണ്ടില്ലേ, ഇത് ഇതിനകത്തേക്ക് അങ്ങ് ഇറക്കി വയ്ക്കുക. ഇവിടുന്ന് ജാക്കോ JST കണക്ടർ ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവിടുന്ന് സോൾഡർ ചെയ്തിട്ടാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടിരിക്കും അത്. അപ്പോൾ ഇതുപോലത്തെ PCB ഇത് 2 ടൈപ്പ് നമ്മുടെ കയ്യിലുണ്ട്. ഒന്ന് വോളിയം കൺട്രോളിനുള്ള ഒരു ടൈപ്പും അതുപോലെ തന്നെ ഇതുപോലെ ടോൺ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ 2 ടൈപ്പാണ്. രണ്ടിൻ്റെ ട്രാക്ക് സൈഡൊക്കെ വ്യത്യാസമായിരിക്കും. കാരണം വോളിയം കൺട്രോളിന് ഒരു സൈഡ് എപ്പോഴും ഗ്രൗണ്ട് ആയിരിക്കും വരിക. അപ്പോൾ ടോൺ ബോർഡിന് കണക്ട് ചെയ്യുമ്പോൾ അങ്ങനെയല്ല, രണ്ടും പാരലായിട്ട് തന്നെയുള്ള കണക്ഷൻസ് ആയിരിക്കും വരിക. അപ്പോൾ അങ്ങനെ 2 ടൈപ്പും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് ഒരു സ്പീക്കർ സോക്കറ്റ്. ഇത് കണ്ടില്ലേ, നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന സ്പീക്കർ കണക്ടറാണ്. അത് 4-പിൻ സ്പീക്കർ സോക്കറ്റ് എന്ന് അതിൻ്റെ പേര്. ഇത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള, അതങ്ങനെ പോകുന്നില്ല, പൊട്ടി പോകുന്നില്ല, നല്ല റിജിഡായിട്ട് നിർമ്മിച്ചിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സ്പീക്കർ 4-വേ സ്പീക്കർ സോക്കറ്റ്. പിന്നെ ഒരു AC മെയിൻസ് കോഡ്. ഇത് കണ്ടില്ലേ, ഇതാണ് ഗ്രോമട്ട് എന്ന ഈ സാധനത്തിൻ്റെ പേര്. പലർക്കും ഇതിൻ്റെ പേരറിയില്ല. ഗ്രോമട്ട് ഇതാണ് നമ്മുടെ ഈ AC മെയിൻസ് കോഡ് നമ്മളിവിടെ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിങ്ങനെ ഉരഞ്ഞ ഒരു ഈ കേബിൾ ഇതിലേക്ക് ടച്ച് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഇതിനകത്ത് ഇങ്ങനെ ഇടുന്നൊരു സാധനമാണ്. അതൊരെണ്ണം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ 2 പ്ലാസ്റ്റിക്കിന് 2 ചെറിയ സാധനമുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ USB മോഡ്യൂൾ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ടേ, ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അബട്ട്മെൻറ്റ് പോലത്തെ ഒരു സംഭവമാണ്. അതൊക്കെ നമ്മൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് കാണാം. ഓക്കെ, അപ്പോൾ പിന്നെ വേണ്ടുന്നത് കുറച്ച് വയറ് കാര്യങ്ങളൊക്കെ, അതിപ്പോൾ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്രയൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഈ ഓഡിയോ സിസ്റ്റം അസംബിൾ ചെയ്യാനായിട്ട് വേണ്ടി വരുന്നത്. ഇതിൻ്റെ ടോട്ടൽ ഈ സാധനം വളരെ റേറ്റ് കുറവായിരിക്കും. 3500 പോലും വരത്തില്ല ഇത്രയും ഫുൾ സാധനങ്ങൾ. പക്ഷേ നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നത് 100 വാട്ടിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റീരിയോ സിസ്റ്റമായിരിക്കും. നല്ല ക്വാളിറ്റി ഓഡിയോ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇത് അസംബിൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് ഇതൊക്കെ സൈഡ് ആക്കി വയ്ക്കാം. നമ്മളിതുപോലെയുള്ള ഓഡിയോ സിസ്റ്റങ്ങളൊക്കെ അസംബിൾ ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റിലായിട്ട് ചെയ്യേണ്ട കാര്യം, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം പ്ലാൻ ചെയ്യുക എന്താണ് നമ്മൾ സിസ്റ്റം എങ്ങനെയാണ് ചെയ്യുന്നത്, അത് എന്തൊക്കെ ബോർഡ് വേണം, എന്തെല്ലാം ഫങ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിഞ്ഞിട്ട് വേണം ഇതുപോലത്തെ പാനൽ നമ്മൾ വാങ്ങുമോ അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആണെങ്കിൽ അത് നമ്മൾ വാങ്ങി ഉപയോഗിക്കുകയോ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ക്യാബിൻ തുറക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ഫ്രണ്ട് വാല് ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചാരി വെച്ച് നോക്കാം. എന്നിട്ട് ഓരോരോ ബോർഡുകളും എവിടെയാണ് വെക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ താഴെ ഇവിടെ കണ്ടില്ലേ, ഇവിടെയാണ് ഇതിൻ്റെ മെയിൻസ് കോഡ് വരുന്നത്. ഇതിൻ്റെ ഈ ബാക്ക് സൈഡിലാണ്. അപ്പോൾ ആ മെയിൻസ് കോഡ് അവിടെ വരുന്നതുകൊണ്ട് SMPS ഈ ഒരു ഭാഗത്തായിട്ട് ആണ് നമുക്ക് വെക്കേണ്ടത്. അപ്പോൾ നമുക്കത് ഇങ്ങനെ വയ്ക്കാം. അടുത്തത് ഇത് ആംബിൻ്റെ ബോർഡ്. ഈ ആംപ്ലിഫയർ ബോർഡ് നമുക്ക് ഇതിൻ്റെ ഈ ബാക്ക് സൈഡിൽ ഇവിടെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ടുകളും പവർ സപ്ലൈയൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കത് ഈ ഒരു ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെ വെച്ചു. ഇനി അടുത്തത് ഇതാണ് ടോൺ ബോർഡ്. ടോൺ ബോർഡ് നമുക്ക് ഇവിടെയാണ് ബാസ്റ്റബിളും എല്ലാം നമുക്ക് ഈ ഭാഗത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടോൺ ബോർഡ് നമുക്ക് ഇവിടെയായിട്ട് ഇങ്ങനെ അങ്ങ് വയ്ക്കാം. ഇത്രയും വെച്ചതിന് ശേഷം ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ നോക്കണം. വയർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ നോക്കണം. കവറിൻ്റെ സ്ക്രൂ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേറെ ബോർഡിലൊന്നും കയറി ടച്ച് ചെയ്യാത്ത രൂപത്തിൽ നമ്മളത് കറക്റ്റായിട്ട് ഇങ്ങനെ അലൈൻ ചെയ്ത് വെക്കുന്നു. അതുപോലെ ഇവിടെ ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ കൺട്രോൾസൊക്കെ വരും. അപ്പോൾ കൺട്രോൾ ഇങ്ങനെ ഇടാനായിട്ടുള്ള ആ ഒരു ഗ്യാപ്പും കൂടി മുൻകൂട്ടി കണ്ടിട്ട് വേണം ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളൊക്കെ നമ്മൾ അസംബിൾ ചെയ്യുമ്പോഴത്തേക്കും ഈ ബോർഡൊക്കെ എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ വെച്ചിട്ട്
ഈ ഓരോ ബോർഡിൻ്റെയും ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് സ്ക്രൂവിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഓരോ ഇതിൻ്റെയും സ്ക്രൂ നമ്മളിതിങ്ങനെ ഓരോന്നും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പെൻസിൽ കൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മാർക്കറോ എന്തെങ്കിലും ഉപയോഗിച്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ ഡ്രില്ല് ചെയ്തിട്ട് ഓരോ നട്ട് ബോൾട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഭാഗത്തിൽ നമ്മൾ ഹോൾ ഇട്ടിട്ട് കണ്ടില്ലേ, ഇതുപോലെ ഓരോ നട്ട് ബോൾട്ട് ഇതിനകത്ത് ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നട്ട് ബോൾട്ട് ചെയ്യേണ്ടത്. ഹോളിൽ നിന്നും നട്ട് ബോൾട്ട് ഇവിടെ കടത്തിയിട്ട് ഇവിടെ ഒരു നട്ട് ഇത് കണ്ടില്ലേ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കാണ് ഒരു സ്പേസർ വെച്ചിട്ട് നമ്മൾ ഈ ബോർഡുകൾ ഇറക്കി വയ്ക്കുന്നത്. ഇനി നമുക്ക് അസംബ്ലിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ടത് ഈ ഫ്രണ്ട് പാനൽ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം. അത് അറ്റാച്ച് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഈ ഒരു ഓറിയൻറ്റേഷനിലാണ് നമുക്കിത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് മറ്റു കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ ഈ USB മോഡ്യൂള് ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനുണ്ട്. അത് നമ്മൾ ആദ്യം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ക്യാബിനകത്തേക്ക് നമ്മളിത് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ അകത്ത് വെച്ചിട്ട് ഇത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ആദ്യം അത് ചെയ്യാം. ഒന്നുമില്ല, നമ്മൾ ആദ്യം കാണിച്ചിരുന്ന ഈ 2 അബട്ട്മെൻറ്റ് പോലത്തെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം നമുക്ക് ഈ 2 സൈഡിലും ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ച് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ USB മോഡ്യൂളിൻ്റെ ഇതിൻ്റെ ഈ ഒരു കവറിൽ നിന്ന്, ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ നിന്ന് ഈ മോഡ്യൂൾ മാത്രമായിട്ട് നമുക്ക് അടിച്ചെടുക്കണം. ഈ സ്ക്രൂ നമുക്ക് സേഫായിട്ട് മാറ്റി വയ്ക്കാം, അത് പിന്നീട് ആവശ്യമുണ്ട്. എന്നിട്ട് ഇത് പതിയെ റിമൂവ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ സ്റ്റിക്കർ നമുക്ക് എടുക്കണം. നമുക്ക് USB മോഡൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ കൂടെയുള്ള ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബട്ടൺ നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് അതിൻ്റെ ഡയറക്ഷൻ നോക്കി വേണം കൊടുക്കാനായിട്ട്, തിരിഞ്ഞു പോയത്. ഓക്കെ, അതിറങ്ങിയിരുന്നു. പിന്നെ USB മോഡ്യൂൾ ഇതിനകത്തേക്ക് കറക്റ്റായിട്ട് ഇറക്കിയിരിക്കാം. കറക്റ്റായിട്ട് സെറ്റായിരുന്നു. കറക്റ്റ് USB-ൻ്റെ അതും അതുപോലെ മൈക്കിൻ്റെ ഓക്സിൻ്റെ ആ ഒരു പോയിൻ്റ് എല്ലാം ഇതിന് കറക്റ്റായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ഈ ഓരോ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്നു. ഇങ്ങനെ സൈഡിലും ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്നു. കുറച്ച് ഗമ്മ ഈ സൈഡിൽ കൂടി അപ്ലൈ ചെയ്യുന്നു. ഒരു സ്ക്രൂ ഇട്ട് മുറുക്കുന്നു. ഇത്രയാണ് ചെയ്യാനുള്ളത്. ഇതാണ് അതിൻ്റെ ഗമ്മ. ഇത് ഈ ഫ്ലെക്സൊക്കെ ഒട്ടിക്കുന്ന ക്വിക്കായിട്ട് ഒട്ടുന്ന ഒരു ഗമ്മാണ്. ഇത് വെച്ചാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഇതിങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം വളരെ കുറച്ച് മാത്രം ഗമ്മ ഒഴിച്ചാൽ മതിയാവും. ഈ സൈഡിലും ഇതുപോലെ കുറച്ച് ഗമ്മ അപ്ലൈ ചെയ്യാം. രണ്ടും നല്ല ക്ലീനായിട്ട് ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മോഡ്യൂളിൻ്റെ പിന്നൗട്ടുകൾ വരുന്നത് ഇതാണ്. പവർ സപ്ലൈ കൊടുക്കാനുള്ളത്. അതിൻ്റെ പോസിറ്റീവും ഗ്രൗണ്ടും എല്ലാം ഇവിടെ തന്നെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഓഡിയോ ഔട്ട് വരുന്നത്. അതുപോലെ ഇവിടെയാണ് ഓക്സ് ഇൻപുട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഈ ക്യാബിനിലേക്ക്, ഈ ഫ്രണ്ട് പാനലിലേക്ക് നമുക്കിത് സെറ്റ് ചെയ്യാം. ഓക്കെ, മോഡ്യൂള് കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാനൽ നമുക്ക് ഇതിൻ്റെ ക്യാബിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ചെറിയ അലങ്കി സ്ക്രൂ ഉണ്ട്, വളരെ ചെറുതാണത്. അലങ്കി സ്ക്രൂ ആണ്, ബ്ലാക്ക് കളറുള്ള അലങ്കി സ്ക്രൂ. അത് ഒരു അപ്പിയറൻസ് വേണ്ടിയിട്ട് അത് നമുക്ക് ഈ ഹോളിൽ ഇട്ട് ഇത് ടൈറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ഇതിൻ്റെ ഫ്രണ്ട് പാനലിലെ ഇതങ്ങ് ഈ സ്റ്റിക്കർ അങ്ങ് നമുക്ക് എടുത്ത് കളയാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ക്രൂ ഇടുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇവിടെ സ്ക്രൂ ഇട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് ലാസ്റ്റ് വർക്ക് കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ഇറക്കി വെച്ചിട്ട് ഈ അലങ്കി സ്ക്രൂ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ടൈറ്റ് ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ, ഫ്രണ്ട് പാനലും ഇതിലേക്ക് കറക്റ്റായിട്ട് സ്യൂട്ടായിട്ടുണ്ട്. ഇതുപോലെ സ്പേസേഴ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലാണ് നമ്മൾ ബോർഡ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. എല്ലാത്തിലും സ്പേസർ ഇട്ടു. ഇനി ഈ SMPS നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കാം. SMPSൻ്റെ പവർ സപ്ലൈ ഇവിടെ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അതായത് ഇൻപുട്ട് 230 വോൾട്ട് AC കണക്ട് ചെയ്യേണ്ടത് ഇവിടെ ഈ ഭാഗത്താണ്. ഇവിടെയാണ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. ഈ ഒരു ഡയറക്ഷനിൽ വേണം വയ്ക്കാനായിട്ട്. കാരണം പവർ സപ്ലൈ ലൈൻ വരുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഓക്കെ, നമുക്കിതങ്ങ് ടൈറ്റ് ചെയ്യാം.
ടൈറ്റ് ചെയ്യാനായിട്ട് SMPS ആയതുകൊണ്ട് നമുക്ക് 4 സൈഡിലും ഓരോ സ്പേസറും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഓരോ നട്ട് ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പോൾ SMPS നല്ല ടൈറ്റായിട്ട് ഇതിനകത്തേക്ക് ഉറച്ചിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോരോ ബോർഡുകൾ ഇതിനകത്തേക്ക് ഇറക്കിയിടാം. ഇത് ആംപ്ലിഫയറിൻ്റെ ബോർഡ് നേരെ ഇതിനകത്തേക്ക് നല്ല സ്യൂട്ടായിട്ട് ഇറങ്ങിയിരിപ്പുണ്ട്. ഇനി നമ്മുടെ ടോൺ ബോർഡ്, ഓക്കെ. അപ്പോൾ ഈ ഒരു ഓറിയൻറ്റേഷനിൽ ഇത് കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിത് സ്പീക്കർ കണക്ടറും കൂടി ഒന്ന് കണക്ട് ചെയ്യാം. അകത്തുനിന്ന് ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഓക്കെ, നമ്മുടെ സ്പീക്കർ കണക്ടറും ഇപ്പോൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഈ അസംബ്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ടോൺ കൺട്രോൾ ബോർഡില്ലേ, ആക്ച്വലി ഈ ടോൺ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഈ ടോൺ കൺട്രോൾ ബോർഡിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് ഈ കൺട്രോൾ ഇങ്ങനെ സോൾഡർ ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ 2 കൺട്രോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഡയറക്റ്റായിട്ട് ഇങ്ങനെ സോൾഡർ ചെയ്ത് ഇങ്ങനെ നമുക്ക് ഈ ഫ്രണ്ട് പാനലിലേക്ക് ഇങ്ങനെ കടത്തി വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫ്രണ്ട് പാനൽ ഈ ഒരു പ്രത്യേക ബോർഡിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതല്ല. ഇത് വലിയ നമ്മുടെ ടോൺ ബോർഡിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് കുറച്ച് പ്രശ്നമുണ്ട്, കണ്ടില്ലേ? ഈ ഒരു ഡിസ്റ്റൻസ് പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് ബോർഡിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ വയറിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇവിടുന്ന് എടുത്തിട്ട് ഇതുപോലുള്ള ബാസ്റ്റബിൾ ബോർഡിൻ്റെയൊക്കെ ടോൺ കൺട്രോളിനൊക്കെ കൺട്രോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു PCB ആണ്. അപ്പോൾ നമുക്ക് ഈ കൺട്രോൾ ഇതിനകത്തേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ 3 ലെഗിൻ്റെ ഇവിടെയും ഇപ്പുറത്തെ 3 ലെഗിൻ്റെ ഇവിടെയായിട്ട് അങ്ങനെ കണക്ഷൻ വരും. അപ്പോൾ ഡയറക്റ്റ് ഈ കൺട്രോളിലേക്ക് സോൾഡർ ചെയ്യാതെ കൊണ്ട് നമുക്ക് പിന്നെ അതിനകത്ത് JST കണക്ടറൊക്കെയാണ് കൊടുക്കണമെങ്കിൽ നമുക്ക് JST കണക്ടർ ഇതിനകത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് JST കണക്ടർ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാം. അതായത് നമ്മൾ JST കണക്ടർ ഒന്നും ഉപയോഗിക്കുന്നത് ഡയറക്റ്റ് വയർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഈ കൺട്രോൾസ്, അപ്പോൾ ഇതുപോലെയുള്ള ഈ PCBയിലേക്ക് നമ്മുടെ ഈ 100K ആണ് ഇവിടെ പറയുന്നത്. നോക്കിക്കേ, ഇവിടെ 100K ഡ്യുവൽ കൺട്രോളാണ് പറയുന്നത്. 100K ഇട്ടിട്ട് നമ്മൾ ഇതിൽ നിന്ന് വയറിട്ടിട്ട് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അങ്ങ് ചെയ്യാം. അതാണ് ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ കൺട്രോൾസ് എല്ലാം ഈ ബോർഡിലേക്ക് ഒന്ന് സോൾവ് ചെയ്യാം. ഇത് രണ്ടും 100Kയുടെയാണ്. ഇതാണ് ബേസിനും ട്രിബിളിനും ആയിട്ടുള്ളത് ഈ 2 എണ്ണം. അതുപോലെ തന്നെ ഇവിടെ 47Kയുടെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഈ PCB വേറെയാണ്. ഇത് വോളിയം കൺട്രോൾ ടൈപ്പ് PCB ആണ്. അപ്പോൾ ഇതിൽ 2 47 ഇട്ടിട്ടുണ്ട്. അതിൽ ഒന്ന് വോളിയത്തിനും ഒന്ന് ബാലൻസ് കൺട്രോളിൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ ബാലൻസ് കൺട്രോളിന് വേണ്ടിയിട്ടാണ് 2 47 അതിരുന്നത്. അപ്പോൾ സോൾഡർ ചെയ്തെടുക്കാം. നാല് കൺട്രോൾസും ഇവിടെ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ കൺട്രോൾസ് എല്ലാം ഈ PCB ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ 3 വയറുള്ള 2 ലെങ്ത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ PCBയും അതുപോലെ തന്നെ ഈ ടോൺ കൺട്രോളുമായിട്ട് കണക്ട് ചെയ്യാം. ഒന്നുമില്ല, ഇത് ഈ ഒരു കൺട്രോൾ ഇതിനകത്തേക്ക് എങ്ങനെയാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെ ഇതിലേക്ക് കണക്ട് ചെയ്താൽ മാത്രം മതി. ഒന്നുമില്ല, സിമ്പിളാണ്. ഇതിനകത്ത് ഈ 3 വയറില്ലേ, ഈ 3 പോയിൻ്റാണ് ഇതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ ഈ 3 പോയിൻ്റ്. ഇതെടുത്ത് നേരെ കൊണ്ടുവന്നിട്ട് എവിടെ ഈ ഫ്രണ്ടിൽ കണക്ട് ചെയ്യുക, ഇവിടെയോ കണക്ട് ചെയ്യുക. ഇതെടുത്തിട്ട് അടുത്തതിലും കണക്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. അതുപോലെ ഇതും ചെയ്യുക. കാരണം ഇതിനകത്തല്ലേ ഇരിക്കുന്നത്, ഇതിന്നൊരു എക്സ്റ്റൻഷനായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഈ ഫ്രണ്ട് പാനലിലേക്ക് ഇതിനെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലൊന്ന് കണക്ട് ചെയ്യാം. ഇതിലേക്ക് ഇങ്ങനെ ഒരു 3 വയർ ഈ ഹോളിലേക്ക് വെച്ചിട്ട് ഒരു വയർ ഓരോന്നായിട്ട് സോൾവ് ചെയ്തെടുക്കാം.
ഓക്കെ, അതുപോലെ തന്നെ അടുത്ത വയറും അതേപോലെ തന്നെ അതേ സെയിം കളർ കോഡ് തന്നെ ഫോളോ ചെയ്യുക. ഇനി ഈ 200Kയും നമുക്ക് ഈ ബോർഡിലേക്ക് ഇതിൻ്റെ കണക്ഷൻ സോൾവ് ചെയ്യണം. ഇത് ശരിക്കും ഈ PCBയുടെ ആവശ്യം ശരിക്കുമില്ല. ഡയറക്റ്റ് കൺട്രോളിൻ്റെ ഈ പിന്നിൽ നിന്ന് ഇങ്ങോട്ട് വയറിട്ട് കൊടുത്താലും മതി. കറക്റ്റായിട്ടുള്ള ബോർഡാണ്, ഇതിന് സൈസിന് കറക്റ്റായിട്ടുള്ള ബോർഡാണെങ്കിൽ ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് സോൾവ് ചെയ്തിട്ട് നേരെ കയറ്റി വെച്ചാലും മതി. ഇനി ഇത് ഓരോ വയറും നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് സോൾവ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത ലെയറും ഇതുപോലെ തന്നെ കണക്ട് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ വയറുകൾ പരസ്പരം മാറിപ്പോകരുത്. അത് ഒരേ ലെയറിലുള്ളത് നടുവിലത്തെ തന്നെയും സൈഡിൽ തന്നെയും കൊടുക്കുക, ഇല്ലെങ്കിൽ വർക്കിംഗ് മാറിപ്പോവും. ഓക്കെ, കണ്ടില്ലേ, സിമ്പിൾ. അതുപോലെ തന്നെ അടുത്ത ഇതിപ്പോൾ ട്രിപ്പിളിൻ്റെ മാത്രമാണ് ആയത്. ഇതാണ് ബേസിൻ്റെ കൺട്രോള്. ഇതും ഇതുപോലെ തന്നെ സോൾവ് ചെയ്യാം. ഇനി ഈ ബോർഡിൻ്റെ ഇതാണ് ഇൻപുട്ട്, ഇവിടെയാണ് വരുന്നത്. ഔട്ട്പുട്ട് ഇവിടെ, ഇതാണ് ഇതിൻ്റെ പവർ സപ്ലൈ ലൈൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 3 വയറും കൂടി നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. ഈ വയർ എന്ന് വെച്ചാൽ ഇത് USB മോഡ്യൂളിൻ്റെ കൂടെ വരുന്ന ഈ ഓഡിയോ ഔട്ടിന് വേണ്ടിയിട്ടുള്ള, അതായത് USB മോഡ്യൂളിൻ്റെ ഓഡിയോ ഔട്ട് പുറത്തേക്ക് എടുക്കാനുള്ള വയറാണ്. അപ്പോൾ ഈ വയറും കൂടി നമുക്ക് ഈ കൂടെ അങ്ങ് സോൾവ് ചെയ്ത് അങ്ങ് പോവാം. ഇതിൻ്റെ പിൻ കണക്ഷൻ വരുന്നത് നടുവിൽ ഉള്ളത് ഗ്രൗണ്ട്, അങ്ങനെയാണ്. ഈ ബോർഡിലും അങ്ങനെയാണ്. USB മോഡ്യൂളുകളിലും നടുവിലുള്ളത് ഗ്രൗണ്ടായിരിക്കും. ഇത് ലെഫ്റ്റ് റൈറ്റ് ഔട്ടാണ്. അപ്പോൾ ഇത് ഓരോന്നും ഇതുപോലെ 3 വയറും ഇതിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ USB-യുടെ നടുക്കുള്ളത് ഗ്രൗണ്ടും ബാക്കി ഇരുവശങ്ങളായിട്ടുള്ളത് ലെഫ്റ്റും റൈറ്റും. അപ്പോൾ ഈ ബോർഡിലേക്കുള്ള ബാസ്റ്റബിൾ കൺട്രോൾ കണക്ട് ചെയ്തു, അതുപോലെ ഇൻപുട്ട് കണക്ട് ചെയ്തു. ഇനി നമുക്ക് കണക്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ഔട്ട്പുട്ട് നേരെ ഒരു വോളിയം കൺട്രോൾ ത്രൂ പോയിട്ട് ഈ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യണം. ഇവിടെ പവർ സപ്ലൈ കൊടുക്കണം. അപ്പോൾ അതിനു മുമ്പ് ഇത് ഈ ക്യാബിനിലേക്ക് ഈ കൺട്രോൾസ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് ഈ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ്. ഇവിടെ ട്രിബിളും ഇതുപോലെ ബേസുമാണ്. ഇനി ഈ ടോൺ ബോർഡ് എടുത്ത് ഇതിൻ്റെ യഥാർത്ഥ ലൊക്കേഷനിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബോഡിയിൽ നിന്ന് ടോൺ കൺട്രോളിലേക്കുള്ള കണക്ഷനായി. ഇനിയുള്ളത് ഇത് നമ്മുടെ ഈ USB മോഡ്യൂളിൻ്റെ ഔട്ട്പുട്ടാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അതിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യാം. ഓക്കെ, കണ്ടില്ലേ. അപ്പോൾ ഇൻപുട്ട് USB മോഡലിലെ ഇൻപുട്ട് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തു. ബാസ്റ്റബിളിൻ്റെ 2 കൺട്രോളും കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ വോളിയം കൺട്രോളിനും അതുപോലെ തന്നെ ബാലൻസിനുള്ള 2 കൺട്രോളിനും കൂടി കണക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ PCB ഇത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ടോൺ ബോർഡിന് നമ്മൾ കണക്ട് ചെയ്തിരുന്നില്ലേ, അതേ സെയിം PCB ആണ്. അതായത് ഈ 3 പിന്നിൻ്റെ ആ 3 കണക്ഷനും ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഈ 3 പിന്നിൻ്റെ ഇത് കണ്ടില്ലേ, നേരെ ഇവിടെയും വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതൊരു സൈഡ്, ഇത് അടുത്ത സൈഡ്, അങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്തത്. അതുപോലത്തെ ഒരു PCB ആണിത്. രണ്ടാമത്തെ ഇത് കുറച്ച് വ്യത്യാസമുള്ള ഇതാണ്. ഇത് വോളിയം കൺട്രോളിനുള്ള PCB ആണ്. ഇവിടെ PCB ഇന്ന് ഇവിടെ ഔട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത്
ഇതിനകത്ത് വരുമ്പോൾ ഈ 2 പോയിൻ്റ്, അതായത് വോളിയം കൺട്രോളിൻ്റെ ഈ 2 റൈറ്റ് സൈഡിലെ 2 എണ്ണവും ഗ്രൗണ്ട് ആയിരിക്കും. വോളിയം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്യാറുള്ളത്. പിന്നെ സിഗ്നൽ വരുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രീആംബ് ഇതിൻ്റെ ഈ ടോൺ ബോർഡിൻ്റെ ഈ ഔട്ട്പുട്ട്, ടോൺ ബോർഡിൻ്റെ ഇവിടുത്തെ ഈ ഔട്ട്പുട്ടാണ് ഈ വോളിയം കൺട്രോളിൻ്റെ ഇൻപുട്ടിൽ ഇവിടെ വരുന്നത്. അതിനുശേഷം കൺട്രോൾഡ് ഔട്ടാണ് ഇതാണ് നേരെ നമ്മുടെ ഇവിടെയുള്ള ഈ ആംപ്ലിഫയറിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് വോളിയം നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ബാലൻസ് കൺട്രോൾ ചെയ്യാനുണ്ട്. അതായത് ഈ കൺട്രോൾ സെൻറ്ററിൽ നിന്ന് കഴിഞ്ഞാൽ 2 സ്പീക്കർ ഈക്വൽ വോളിയമായിരിക്കും. ഇത് കുറച്ച് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ മാറ്റിക്കഴിഞ്ഞാൽ ആനുപാതികമായിട്ട് ഓരോ സൈഡും കൂടുകയും കുറയുകയും ചെയ്യും. അങ്ങനെ സംവിധാനമാണ് ബാലൻസ്. ഇപ്പോൾ മിക്ക സെറ്റുകൾക്ക് ഉണ്ടാവാറില്ല, പക്ഷേ ഇതിനകത്ത് നമ്മൾ ബാലൻസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ബാലൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ നടുവിലുള്ള ഈ പോയിൻ്റ്, ഇപ്പോൾ നമുക്ക് ഒരെണ്ണം മതി ഈ കൺട്രോളിൻ്റെ. ഇതിപ്പോൾ 2 സൈഡ് ഉണ്ടല്ലോ, ഈ 2 സൈഡുണ്ട്. നമുക്കത് വേണ്ട, നമുക്ക് ഈ ഒരു സൈഡ് മാത്രം മതി. കൺട്രോളിൻ്റെ ഈ ഒരു ഏരിയ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ബാക്കി ഇതൊക്കെ ഫ്രീ ആയിട്ട് ഇട്ടേക്കുവാണ്. അതിന് ഡ്യുവൽ കൺട്രോളല്ല, സിംഗിൾ കൺട്രോളാണ് വേണ്ടത്. പക്ഷേ നമ്മൾ ഇതിനകത്തുള്ളത് ഡ്യുവൽ കൺട്രോളാണ് നമ്മുടെ കൈവശമുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരെണ്ണം മാത്രമാണ്, ഒരു പാഡ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നടുക്കുള്ളത് ഗ്രൗണ്ട് കൊടുക്കുക. ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ഓക്കെ, അതുപോലെ ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഇത് ലെഫ്റ്റ്, റൈറ്റ്, നടുക്കുള്ളത് ഗ്രൗണ്ട്. ആ 3 വയർ നേരെ കൊണ്ടുവന്നിട്ട് ഇവിടെ കണ്ടില്ലേ, ഇതാണ് ഗ്രൗണ്ടിൻ്റെ പോയിൻ്റ്. ഈ ഗ്രൗണ്ട്, ഈ നടുവിലത്തെ ഉള്ള ഈ ഗ്രൗണ്ടിലേക്കും, ബാക്കി ഇത് ഇവിടെ ലെഫ്റ്റ്, റൈറ്റിൽ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ 3 പോയിൻറ്റിലേക്ക് ഓരോ വയറുകൾ ഇങ്ങനെ ഇറക്കി വെച്ച് സോൾവ് ചെയ്യാം. ഓക്കെ, 3 വയർ ഇതുപോലെ സോൾഡർ ചെയ്തു. ഇതിനകത്ത് നമുക്ക് നടുവിലത്തെ ഈ ഗ്രീൻ കളർ ഗ്രൗണ്ടാണ്. അത് ഈ വോളിയം കൺട്രോളിൻ്റെ ഈ ഗ്രൗണ്ടിലേക്ക് തന്നെ ഇവിടെ അങ്ങ് ജോയിൻ ചെയ്യാം. ഗ്രൗണ്ടിലേക്ക് ജോയിൻ ചെയ്തു. മറ്റ് 2 വയർ, ഒന്ന് ഈ നടുവിലത്തെ പോയിൻറ്റിലേക്ക് കണക്ട് ചെയ്തു, വോളിയം കൺട്രോൾ നടുക്ക്. അടുത്ത സൈഡിൻ്റെ നടുക്കും ഓക്കെ കണക്ട് ചെയ്തു. ഇതാണ് ബാലൻസ് കൺട്രോൾ, ഇതാണ് വോളിയം കൺട്രോൾ. ഇത് ബാലൻസിൻ്റെ ആ ഒരു കൺട്രോളിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇനി വോളിയം കൺട്രോളിൻ്റെ ഇൻപുട്ടിലേക്ക് ഇതുപോലൊരു 3 വയർ കണക്ട് ചെയ്യാം. ഓക്കെ, 3 വയർ സോൾഡർ ചെയ്തെടുത്തു. ഈ 3 വയർ നേരെ പോവേണ്ടത് ഇതേതാണ്, ഇത് ഇൻപുട്ടാണ്, വോളിയം കൺട്രോളിൻ്റെ ഇന്ന്. ഇത് നേരെ പോകേണ്ടത് എവിടെയാണ്, ബാസ്റ്റബിൾ ബോർഡിൻ്റെ ഔട്ട്പുട്ട്. നമ്മൾ ഇൻപുട്ട് ഇവിടെ USB എടുത്ത് ഇവിടെ ഇൻപുട്ട് കൊടുത്തു, ബാസും ട്രിബിളും എല്ലാം നമ്മൾ കൊടുത്തു. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ട്. ഈ ഔട്ട്പുട്ട് ഇവിടെ ഗ്രൗണ്ടും ലെഫ്റ്റും റൈറ്റുമായിട്ടാണ്. അതിലേക്ക് ഇതിൻ്റെ ഇൻപുട്ട് കണക്ട് ചെയ്യാം. ഈ വോളിയം കൺട്രോളിൻ്റെ ഈ ഔട്ട്പുട്ട് എടുത്ത് നേരെ എവിടെയാണ്, ഈ ആംപ്ലിഫയറിൻ്റെ ഇവിടെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യണം. 3 വയറും ജോയിൻ ചെയ്തു. ഇനി ഇത് ഇവിടെ ഇൻപുട്ടിൽ കണക്ട് ചെയ്യാം. ഇതാണ് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട്. കൃത്യമായിട്ട് ഈ ബോർഡിലെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. നടുക്കുള്ളത് ഗ്രൗണ്ട്, ലെഫ്റ്റ്, റൈറ്റ്. അതുപോലെ തന്നെ നടുക്കുള്ളത് നമുക്ക് ഗ്രൗണ്ടായിട്ട് കൊടുക്കാം. മറ്റ് 2 ചാനലും അതുപോലെ തന്നെ കണക്ട് ചെയ്യാം. വോളിയം കൺട്രോളും അതുപോലെ തന്നെ ബാലൻസിൻ്റെ കൺട്രോളും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഓരോന്നും നമുക്ക് ഈ പാനലിലേക്ക് സെറ്റ് ചെയ്യാം. ഇത് ബാലൻസ്, ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ടോൺ കൺട്രോൾ ബോർഡിൻ്റെ ഓരോ കൺട്രോളിലേക്കുള്ള കണക്ഷൻ 2 എണ്ണത്തിന് നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ USB ബോർഡിൻ്റെ മോഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് ഇവിടെ ഈ
ടോൺ ബോർഡിൻ്റെ ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്തു. ഇതിൻ്റെ ബാസ്റ്റോൾ ബോർഡിൻ്റെ ഔട്ട്പുട്ട് ഒരു കൺട്രോളിൽ കൂടി കയറിയിട്ട് ഓൺലൈൻ കൺട്രോളിൽ കൂടി കയറിയിട്ട് ഇവിടെ ഇൻപുട്ടിൽ ഇവിടെ കണക്ട് ചെയ്തു. ഇനി നമുക്ക് കണക്ട് ചെയ്യേണ്ടത് സ്പീക്കേഴ്സ് കണക്ട് ചെയ്യണം, അതുപോലെ പവർ സപ്ലൈയിലേക്കുള്ള AC മെയിൻസ് കണക്ട് ചെയ്യണം. ഈ USB മോഡ്യൂളിലേക്ക് ഇവിടെ നിന്നുള്ള പവർ സപ്ലൈ എടുത്ത് കണക്ട് ചെയ്യണം. അത്രമാത്രം ഇതിൻ്റെ ബാലൻസ് ഉള്ളൂ. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല സ്പീക്കേഴ്സ് ഒന്ന് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. നമുക്ക് ബോർഡ് ഒന്ന് പുറത്തേക്ക് എടുക്കാം സോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. റൈറ്റ് സൈഡിലെ സ്പീക്കറിൻ്റെ പോസിറ്റീവും നെഗറ്റീവും, ലെഫ്റ്റ് സ്പീക്കറിൻ്റെ പോസിറ്റീവ് അതിൻ്റെ തന്നെ നെഗറ്റീവ്. 24 വോൾട്ട് പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഇവിടെ ഗ്രൗണ്ട്, അതുപോലെ തന്നെ +24 SMPSലേക്ക് വേണ്ടിയിട്ട് പോസിറ്റീവ്. ഇനി ഇതിൻ്റെ ഈ ഓരോ വയറുകളും നമുക്ക് ഈ സ്പീക്കർ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാം. ഈ 2 വയർ പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് നമുക്ക് തൽക്കാലം ഇങ്ങനെ ഇവിടെ കൊണ്ടുവരാം. അത് ഇങ്ങോട്ട് ഈ പോയിന്റിലേക്ക് വരേണ്ടതാണ്. നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റിയിടാം. 2 വയർ ഇവിടെ സ്പീക്കറിലേക്കുള്ളതാണ്. സ്പീക്കറിൻ്റെ ഒരൗട്ട്, അതിൻ്റെ ഗ്രൗണ്ട്. സ്പീക്കേഴ്സിൻ്റെ വയറും കണക്ട് ചെയ്തു. ഇനി നമുക്ക് കണക്ട് ചെയ്യേണ്ടത് ഈ 2 പവർ സപ്ലൈ നമ്മൾ ഈ ബോഡിയിൽ നിന്ന് എടുത്തിട്ട് ഇവിടുന്ന് 2 പവർ സപ്ലൈ ലൈൻ ഇങ്ങനെ എടുത്ത് വയറിട്ടിട്ടുണ്ട്. ആ പവർ സപ്ലൈ ലൈൻ നമുക്ക് ഇവിടെ ഈ SMPSൻ്റെ ഔട്ടിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. അതിൽ ഇതാണ്, ഈ പോയിൻ്റാണ് ഗ്രൗണ്ട് നെഗറ്റീവ്, ഇവിടെയാണ് പോസിറ്റീവ്. അപ്പോൾ അതുപോലെ ഈ വയറുകൾ ഇതിലേക്ക് കണക്ട് ചെയ്യാം. നെഗറ്റീവ് ഇവിടെ കണക്ട് ചെയ്തു, അതുപോലെ പോസിറ്റീവ് ടെർമിനലിലേക്കും കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കണക്ട് ചെയ്യേണ്ടത് ഈ USB-ക്ക് ഒരു പവർ സപ്ലൈ കൊടുക്കണം, അതുപോലെ തന്നെ ഈ ടോൺ ബോർഡിലേക്കും ഒരു പവർ സപ്ലൈ കൊടുക്കണം. ഈ ടോൺ ബോർഡ് വർക്ക് ചെയ്യുന്നത് ഓൾറെഡി ഈ ടോൺ ബോർഡ് ഇതിൻ്റെ മാനുഫാക്ചറർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് DC12 മുതൽ 36 വോൾട്ട് വരെ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. കണ്ടില്ലേ, എവിടെ അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. DC12 to 36 വോൾട്ട് വരെ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ SMPS എന്ന് വരുന്നത് 24 വോൾട്ടാണ്. ആ 24 വോൾട്ട് ഇവിടെ ഈ ആംപ്ലിഫയറിൻ്റെ ഈ ബോർഡിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ടാപ്പ് ചെയ്ത് ഇതിലേക്ക് കൊടുത്തേച്ചാൽ മതി. അതുപോലെ തന്നെ USB-ക്ക് ഉള്ളത് 5 വോൾട്ടിലാണ് ഈ USB വർക്ക് ചെയ്യുന്നത്. അപ്പോൾ USB-യുടെ കണ്ടില്ലേ, ഇവിടെയാണ് ഈ USB-യുടെ 5 വോൾട്ട് ജാക്ക് വരുന്നത്. അപ്പോൾ ഇതിന് വേണ്ടുന്ന 5 വോൾട്ട് ഈ ഓൾറെഡി ഈ ആംപ്ലിഫയറിൻ്റെ ബോർഡിൽ തന്നെ അതേ കണ്ടോ, ഇവിടെ ഒരു റെഗുലേറ്റർ IC കൊടുത്തിട്ട് ഇവിടെ നിന്ന് നമുക്കൊരു 5 വോൾട്ട് USB-ക്ക് വേണ്ടി എടുക്കാം. അപ്പോൾ ഒരു വയർ ഇവിടെ നിന്ന് 2 വയർ നമുക്ക് സോൾവ് ചെയ്തെടുത്തിട്ട് ഈ ടോൺ ബോർഡിലേക്കുള്ള പവർ സപ്ലൈയും ഇവിടെ നിന്ന് ഒരു വയർ എടുത്ത് നമുക്ക് ഈ USB-യുടെ പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് 2 വയറും അതുപോലെ തന്നെ ഈ 5 വോൾട്ടിൻ്റെ വയറും നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. നമുക്കതിന് വേണ്ടിയിട്ട് ഈ ബോർഡ് കുറച്ച് മുകളിലേക്ക് ഒന്ന് എടുത്ത് വയ്ക്കാം, ഇത് സോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇത് ടോൺ ബോർഡിനുള്ള പവർ സപ്ലൈക്ക് വേണ്ടി 2 വയർ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ 2 വയർ എടുത്തു, ഗ്രൗണ്ടും അതുപോലെ തന്നെ പോസിറ്റീവും അതുപോലെ തന്നെ ഗ്രൗണ്ടും. ഇത് നമുക്ക് ഈ ബോർഡിൻ്റെ താഴെ കൂടി എടുക്കാം. ഇങ്ങനെ താഴെ കൂടി എടുത്ത് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കണക്റ്റേഴ്സ് എല്ലാം വരുന്നത് 2.54 mm ആണ്. പക്ഷേ USB മോഡ്യൂളിൽ വരുന്നത് കുറച്ചും കൂടി ചെറിയ JST കണക്ടറാണ്. അപ്പോൾ അതിന് കറക്റ്റ് സ്യൂട്ടാവുന്ന ഒരു 2.5 mm JST കണക്ടറാണ്. അത് നമുക്ക് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്താൽ മതിയാവും. ഇതിൻ്റെ പോർട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ പോളാരിറ്റി കൃത്യമായിട്ട് നോക്കണം. പോസിറ്റീവ് റെഡ് തന്നെയായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ 5 വോൾട്ടിൻ്റെ ഈ പോയിൻറ്റിൽ ഇത് കണ്ടില്ലേ, ഇവിടെ ഈ 5 വോൾട്ടിൻ്റെ പോയിൻറ്റിൽ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവായിട്ട് നമുക്ക് ഈ വയർ സോൾവ് ചെയ്തെടുക്കാം. ഇവിടെ ഈ ബോർഡിൽ കണ്ടോ, റെഗുലേറ്റർ ICയുടെ ഔട്ട് വരുന്നത് ഈ ഫസ്റ്റ് പോയിൻറ്റിൽ ഇത് പോസിറ്റീവും അപ്പുറമുള്ളത് നെഗറ്റീവുമാണ്. അപ്പോൾ അതേ രൂപത്തിൽ തന്നെ വേണം നമുക്കിത് സോൾവ് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ,
ഈ 5 വോൾട്ട് നേരെ കൊണ്ടുവന്ന് പിന്നെ വയറൊക്കെ നല്ല പ്രോപ്പറായിട്ട് ഒക്കെ കൊണ്ടുപോയില്ലെങ്കിൽ ഹമ്മിങ് നോയ്സൊക്കെ വരും. എന്നിട്ട് നമുക്ക് ഇവിടെ USB-യുടെ ഈ ജാക്കിലേക്ക് അവിടെ കണക്ട് ചെയ്തു. ഇനിയുള്ളത് നമ്മളെടുത്ത് ആ 24 വോൾട്ടിൻ്റെ ആണ് ഈ വയറുകൾ. ഈ വയറുകൾ ഈ ടോൺ ബോർഡിനുള്ള പവർ സപ്ലൈ ആയിട്ട് കൊടുക്കാം. പോസിറ്റീവ്, ഗ്രൗണ്ട്. അപ്പോൾ സർക്യൂട്ടിൻ്റെ അസംബ്ലിങ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയുള്ളത് ഈ SMPSലേക്ക് നമ്മളൊരു മെയിൻസ് കോഡിൻ്റെ വയർ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലത്തെ ഒരു മെയിൻസ് കോഡ്, നല്ലൊരു മെയിൻസ് കോഡ് എടുക്കാം. ഈ മെയിൻസ് കോഡ് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. അതിനു മുമ്പ് ആ ഗ്രോമട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെയും കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം പുറത്തേക്കാണ് വരേണ്ടത്, ഉണ്ടല്ലേ. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി സൈഡിൽ. ഇനി ഇതിനകത്തോടെ വേണം നമുക്ക് ഈ കേബിൾ കടത്തി വിടാൻ. നമ്മൾ ഈ മെയിൻസ് കോഡ് ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും ഒരു ചെറിയ കെട്ട്, ഒരു സിംഗിൾ ഒരു കെട്ട് ചുമ്മാ ഇട്ട് വേണം ചെയ്യാൻ. കാരണം ചിലപ്പോൾ ഇത് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനകത്ത് നിന്ന് ഊരിപ്പോവും. അപ്പോൾ അതൊരു ചെറിയ കുറച്ച് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ലോക്കായിട്ട് നിന്നോളും. ഇത് ഇവിടെ താഴെ ഈ ഓരോ പിന്നിൻ്റെയും കോൺഫിഗറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. LNFG ഇതാണ്. അപ്പോൾ ലൈന്, ന്യൂട്രൽ, ഇത് എർത്തിങ്ങിനുള്ള പോയിൻ്റാണ്. നമുക്കിനകത്തൊരു 3 പിൻ സോക്കറ്റ് കണക്ട് ചെയ്യാം. അങ്ങനെയെങ്കിൽ ഇത് ലൈവ്, ഇത് ന്യൂട്രൽ, ഇത് എർത്ത്, അങ്ങനെ വേണം കണക്ട് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ എർത്തിനകത്ത് കണക്ട് ചെയ്യുന്നില്ല, നമ്മൾ 2 പിൻ പ്ലഗാണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 എണ്ണത്തിൽ മാത്രം കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഉള്ള കണ്ടീഷനിൽ ഈ ഓഡിയോ സിസ്റ്റം ഇത് വർക്കിംഗ് ആണ്. നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ USB ബ്ലൂടൂത്ത് ഉപയോഗിച്ച് ഇത് ഫുൾ ഫങ്ഷനായിട്ട് ഇതിപ്പോൾ വർക്ക് ചെയ്യും. അത് മാത്രം പോരാ, 1-2 കാര്യങ്ങളും കൂടി നമുക്കിതിനകത്ത് ചെയ്യാനുണ്ട്. അതായത് ഇതിനകത്ത് നമുക്ക് USB ബ്ലൂടൂത്ത് വഴി പാട്ട് കേൾക്കുക എന്നുള്ളതിൽ ഉപരിയായിട്ട് ഇത് നമുക്കൊരു TV-യിൽ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഓഡിയോ സിസ്റ്റത്തിൻ്റെ ഔട്ട് എടുത്ത് നമുക്ക് ഇത് നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് കേൾക്കണമെങ്കിൽ അതിനൊരു ഓക്സ് ഇൻപുട്ടിൻ്റെ ഒരു ഫെസിലിറ്റി വേണം. ഓക്കെ, അപ്പോൾ ഈ ക്യാബിൻ്റെ ഇത് കണ്ടോ, ഇവിടെ ഈ ബാക്കിലും ഒരു ഓക്സ് ഇൻപുട്ടിനുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. നമ്മൾ ആദ്യം സ്പെയർ എടുത്തപ്പോൾ സ്പെയറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ കൂടെയും നമുക്കൊരു ഇത് കണ്ടോ, ഇതൊരു 2 പിൻ RCA സോക്കറ്റാണ്. ഇത് നമ്മുടെ ആദ്യം ഞാൻ കാണിച്ച ആ ഒരു PCBയിലേക്ക് ഇതുപോലെ ഒരു JST കണക്ടർ വെച്ച് സോൾഡർ ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തൊരു ഓക്സ് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഈ USB മോഡ്യൂളിൻ്റെ ഇവിടെ തന്നെ ഇത് കണ്ടില്ലേ, ഇവിടെ തന്നെ ഒരു ഓക്സ് ഇൻപുട്ടുള്ള പ്രൊവിഷൻ ഈ USB മോഡ്യൂളുണ്ട്. മിക്കവാറും എല്ലാ USB മോഡ്യൂളും ആ ഒരു ഓപ്ഷനുണ്ട്. അത് നമുക്ക് ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ 2 RCA കണക്ടർ ഇതിൻ്റെ ബാക്കിൽ നമുക്കിത് ഇങ്ങനെ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഞാൻ ഇവിടെ ഒരു കേബിൾ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ റെഡിയാക്കി എടുത്തു എന്ന് പറയാൻ കാരണം ഇത് രണ്ടും 3 പിൻ JST കണക്ടറാണ്. ഒന്ന് ഒരു വലിയ കണക്ടറും ഒന്നൊരു ചെറിയ കണക്ടറുമാണ്. ഈ കാണുന്നത് USB മോഡ്യൂളിൻ്റെയൊക്കെ കൂടെ വരുന്ന ആ ഒരു ചെറിയ JST കണക്ടറാണ്. അതായത് 2.5 mm സൈസ് വരുന്ന JST കണക്ടർ. എല്ലാ USB മോഡലും ആ ചെറിയ സൈസുള്ള USB മോഡലാണ് വരുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞാൻ 2.54 mm ഒരു JST കണക്ടറുമായിട്ട് ഇങ്ങനെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഈ 2 RCയിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ മറ്റേ വശം എവിടെ ഈ USB മോഡ്യൂളിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ നമുക്ക് ഓക്സ് ഇതിനകത്ത് കണക്ട് ചെയ്ത് നമുക്ക് റിമോട്ടിൽ നമ്മൾ ഓക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട് സൈഡിൽ നിന്നൊരു ഓഡിയോ റിസീവ് ചെയ്ത് ഇത് ആംപ്ലിഫൈ ചെയ്ത് കേൾപ്പിക്കും. ഓക്കെ, ഇനി നമുക്ക് അതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഫ്രണ്ട് പാനലിൽ വേറെ ഇൻഡിക്കേഷനോ കാര്യങ്ങളൊന്നുമില്ല. USB-യുടെ ആ ഒരു ഡിസ്പ്ലേ തെളിഞ്ഞ് നിൽക്കും. അത് കൂടാതെ നമ്മുടെ കയ്യിരിക്കുന്ന ഈ വോളിയം കൺട്രോൾ നോബ് ഉണ്ടല്ലോ, ഈ വോളിയം കൺട്രോൾ നോബിന് ചുറ്റും ഒരു വൈറ്റ് റിങ് വരുന്നുണ്ട്. അപ്പോൾ ആ റിങ്ങിന് ഒരു ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഒരു LED നമുക്ക് ഇതിനകത്തേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ 2 കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിസ്റ്റം കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിനി ഈ ഓക്സിലുള്ള ഈ പ്രൊവിഷൻ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് LED കൂടി കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റ് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ
2 RCA നമുക്കിതിൻ്റെ ബാക്കിലേക്ക് കണക്ട് ചെയ്യാം. അതിന് മുമ്പ് നമുക്കിത് പ്ലേസ് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെയാണ്, ഈ അപ്സൈഡ് ഡൗൺ ആയിട്ടാണ് ഇത് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. ബോർഡ് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെയാണ് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ JST കണക്ടർ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാം. ഇത് ഇങ്ങനെ കണക്ട് ചെയ്തു. മറ്റേ അറ്റം ഇത് USB-യുടെ ഓക്സ് ടെർമിനലിലേക്കുള്ളതാണ്. ഇതിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇതിലേക്ക് കൂടി ഇങ്ങനെ ഇവിടെ സ്ക്രൂ ചെയ്യാം. ഓക്കെ, അത് കറക്റ്റായി. ഇനി ഈ വയറ് ഇതിലേക്ക് കൂടി ഇങ്ങനെ താഴെ സേഫായിട്ട് കൊണ്ടുവരാം. ഈ ഓക്സിലേക്ക് ഇവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, അത് ഇവിടെ കണക്ട് ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ ഓക്സും വർക്കിംഗ് ആണ്. ഇനി വേണ്ടത് LED കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ LED കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഇവിടെ ഒരു ചെറിയ 2 ഹോൾസ് ഇട്ടിട്ടുണ്ട്. ഈ ഹോൾസിൽ കൂടെ ഒരു LED കടത്തി ഈ പുറത്തുനിന്ന് തന്നെ കടത്തിയിട്ടിട്ട് ഒരു 1K റെസിസ്റ്റർ ഇട്ടിട്ട് നേരെ പവർ സപ്ലൈ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് യൂണിഫോം ആയിട്ടുള്ള ലൈറ്റായിരിക്കും ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ട് ഒരു 3mm ബ്ലൂ LED ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു 1K റെസിസ്റ്ററും എടുത്തിട്ടുണ്ട്. ആ ഹോൾസ് ത്രൂ LED പുറത്തേക്ക് ഇട്ടിട്ട് ഈ 1K റെസിസ്റ്റർ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇതിനുള്ള പവർ സപ്ലൈ വരുന്നത് ഇത് കണ്ട് ഈ SMPSൻ്റെ ഇവിടെ ഒരു 12 വോൾട്ട് പവർ സപ്ലൈ നമുക്ക് കിട്ടും. 12 വോൾട്ട് 1 ആമ്പിയർ. അപ്പോൾ ഈ 1 ആമ്പിയറിൽ നിന്നും നമ്മൾ ഇതുപോലൊരു 2 പിൻ കണക്ടർ ഉപയോഗിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ LED-യുടെ ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിലേക്ക് ഈ 1K റെസിസ്റ്റർ സോൾവ് ചെയ്ത് ജസ്റ്റ് പവർ സപ്ലൈ കൊടുത്താൽ മതിയാവും. വയറ് ബോർഡിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ എടുത്തിട്ട് ഈ JST കണക്ടറിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പാനലിൽ നോബുകളും കൂടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഈ നോബുകൾ ഇടുമ്പോൾ ഈ ടൈപ്പ് നോബുകൾ ഇതിൻ്റെ ഇന്നർ ഡയമീറ്റർ കൂടുതലാണ്. ഇത് വലിയ ഇതുപോലെ ലീഡുള്ള കൺട്രോൾസിനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടില്ലേ, ഇതുപോലൊരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് പ്രോഡക്റ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും. അത് ഈ കൺട്രോളിനകത്ത് അകത്തേക്ക് ഇട്ടിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഡി ഷാഫ്റ്റിന് വേണ്ടി സ്യൂട്ടാവുന്ന രൂപത്തിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ആദ്യം ഈ കൺട്രോളുകളിലേക്ക് ഇട്ട് കൊടുക്കാം. വയറുകളൊക്കെ ഇങ്ങനെ ടാഗ് ചെയ്യാനുള്ളതെല്ലാം നമ്മൾ ടാഗ് ചെയ്തു. അതുപോലെ തന്നെ ബോർഡുകൾ ഒക്കെ സ്ക്രൂ വെച്ച് നന്നായിട്ട് ഉറപ്പിച്ചു. ഈ സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞു. ഇതിൻ്റെ കവറ് അടച്ച് ഇതൊന്ന് സ്ക്രൂ ചെയ്താൽ മാത്രം മതിയാവും. സ്റ്റിക്കർ കൂടെ ഒന്നെടുക്കാം. ഈ കിറ്റിനോടൊപ്പം വരുന്ന റിമോട്ടാണിത്. സൈസ് വളരെ ചെറുതാണ്, അത്രയ്ക്ക് മെച്ചമുള്ള ഒരു റിമോട്ടൊന്നും അല്ല. ഇതിനു വേണ്ടി ഇതേ USB മോഡ്യൂളിന് സപ്പോർട്ട് ചെയ്യുന്ന നല്ല റിമോട്ടുകൾ വേറെ മേടിക്കാൻ കിട്ടും. ഇതും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യമല്ലേ നമ്മൾ റിമോട്ടൊക്കെ അത് ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ബ്ലൂടൂത്തിലല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഓഡിയോ സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് പാനലൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ബാക്ക് കവറൊക്കെ അടച്ചു, നല്ല ക്ലീൻ ആയിട്ടാണുള്ളത്. ഞാൻ ബാക്ക് സൈഡിൽ ഓരോ സ്പീക്കേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ടവർ സ്പീക്കറാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓരോ ചാനലിലും ഏകദേശം 350 വാട്ടോളം RMS ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്പീക്കേഴ്സാണ് ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല, അത്രയും ലോഡൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, നന്നായിട്ട് വർക്ക് ചെയ്യും. നല്ല പക്ക ക്ലീൻ ആയിട്ടുള്ള രീതിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഞാനിത് ഓൺ ചെയ്യാം. ഒരു വിധപ്പെട്ട നോയ്സോ ഡിസ്റ്റർബൻസോ ഒന്നും ഇതിനുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഓൺ ചെയ്യാൻ പോവാണ്. സംസാരിച്ചുകൊണ്ട് തന്നെ ഓൺ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഉണ്ടോ, ഇപ്പോൾ ഓണായിട്ടുണ്ട്. ഒരു വിധപ്പെട്ട നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. കൺട്രോളെല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് ഒരു ബ്ലൂടൂത്ത് ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് ഒരു പാട്ടൊന്ന് പ്ലേ ചെയ്യാം. മോർ സെറ്റിങ്, പകാര്യ, പേരായി. നമുക്കൊരു പാട്ട് ഒന്ന് കേട്ട് നോക്കാം. ഞാനൊന്ന് പോസ് ചെയ്യാം. പോസ് ചെയ്യുമ്പോൾ പോലും യാതൊരുവിധ ഹമ്മിങ്ങോ നോയ്സോ ഹിസ്സിങ്ങോ അങ്ങനെയുള്ള യാതൊരു പ്രോബ്ലംസും ഇതിനില്ല. നല്ല പക്കാ ക്ലീനാണ്. പക്ഷേ ഈ പാട്ട് ഇടാൻ പറ്റില്ല. ഈ പാട്ട് ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കും. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു പാട്ടും കൂടി ഇട്ട് നോക്കാം. പോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് അസംബിൾ ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. നല്ല സൗണ്ടുകൾ കേട്ടതല്ലേ, നല്ല ഓഡിയോ ക്വാളിറ്റി ഉണ്ട്. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ, ഇത് 300 വാട്ടോളം പെർ ചാനൽ വരുന്ന ടവർ സ്പീക്കേഴ്സാണ്. അതിലേതൊക്കെയാണ് നമ്മളിത് കണക്ട് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഓഡിയോ, ബേസ് റെസ്പോൺസ് കണക്കുന്ന നല്ല ബേസും അതുപോലെ തന്നെ നല്ല ട്രിബിളും അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ കമ്പോണൻസും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും കമ്പോണൻസ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് നിങ്ങൾ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.